A+ ട്യൂബിലേക്ക് സ്വാഗതം. 1 കോടിയിൽ പരം വീടുകളിൽ പുരപ്പുറ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വിപുലമായ ഒരു പദ്ധതിയാണ് PM സൂര്യഭവനം എന്ന പദ്ധതി. ഈ സൂര്യഭവനം പദ്ധതി പുരപ്പുറ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നവർക്ക് സബ്സിഡിയോടുകൂടിയുള്ള ആനുകൂല്യം നൽകുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണ്. ഇത് സംബന്ധിച്ച് ഒരു പുതിയ മാർഗരേഖ പുറത്തു വന്നിട്ടുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനാണ് ഇന്നത്തെ എപ്പിസോഡ്. ഈ സൂര്യഭവനം പദ്ധതിയിൽ 2024 ഫെബ്രുവരി 13 മുതൽ അപേക്ഷ നൽകിയവർക്ക് സബ്സിഡി വേണ്ടെന്ന് വെക്കാനുള്ള ഒരു ഗിവ് ഇറ്റ് അപ്പ് ഓപ്ഷൻ ഇപ്പോൾ മാർഗരേഖയിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള വിശദമായ വിവരങ്ങൾ ഈ എപ്പിസോഡ് പൂർണ്ണമായും കേൾക്കുന്നവർക്ക് ലഭിക്കും. ഈ പ്ലാന്റ് സ്ഥാപിക്കുന്നവർക്ക് സബ്സിഡി വേണ്ടെന്ന് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ ലഭിക്കുകയാണ്. ഇതിനു വേണ്ടി ഈ വെബ്സൈറ്റിൽ ഗിവ് ഇറ്റ് അപ്പ് സൗകര്യം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പുതിയതായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള മാർഗരേഖയിൽ സൂചിപ്പിക്കുന്നത്. ഈ സബ്സിഡി അർഹതപ്പെട്ട മറ്റുള്ളവർക്ക് കേന്ദ്രം നൽകാനാണ് ആലോചിക്കുന്നത്. സബ്സിഡി ലഭിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ തന്നെ ഉത്പാദിപ്പിക്കുന്ന സോളാർ പാനലുകൾ നിർബന്ധമായും ഉപയോഗിക്കണം. ഒരിക്കൽ കൂടി ആവർത്തിക്കാം, ഈ PM സൂര്യഭവന പദ്ധതി പ്രകാരമുള്ള സബ്സിഡി ആനുകൂല്യം വേണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ത്യയിൽ തന്നെ ഉത്പാദിപ്പിക്കുന്ന സോളാർ പാനലുകൾ തന്നെ നിർബന്ധമായും ഉപയോഗിക്കേണ്ടതുണ്ട്. എന്നാൽ സബ്സിഡി വേണ്ടെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വ്യവസ്ഥ ബാധകമായിരിക്കുകയുമില്ല. അതാണ് പ്രധാനമായും ഉള്ള ഈ മാർഗനിർദ്ദേശ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 1 കിലോ വാട്ട് വൈദ്യുതിക്കുള്ള പദ്ധതിക്ക് 30,000 രൂപയാണ് സബ്സിഡി. 2 കിലോ വാട്ടിന് 60,000 രൂപയാണ് സബ്സിഡി ആനുകൂല്യം. 3 കിലോ വാട്ടാണെങ്കിൽ 78,000 രൂപയാണ് സബ്സിഡിയായി നിലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കാത്ത പാനൽ സ്ഥാപിക്കുന്നവർക്ക് ഈ ആനുകൂല്യം ഒഴിവാക്കാം. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പാനലുകൾ, സോളാർ പാനലുകൾ ഉപയോഗിക്കുന്നവർക്ക് തീർച്ചയായും ഈ സബ്സിഡി ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും. ഇതിനു വേണ്ടിയാണ് ഗിവ് ഇറ്റ് അപ്പ് ഓപ്ഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം എന്ന് സാരം. ഹൗസിംഗ് സൊസൈറ്റികൾക്കും സബ്സിഡി ഉണ്ടെങ്കിലും പൊതുവായ സ്ഥലങ്ങളിലെ ഉപയോഗത്തിന് മാത്രമേ, അതായത് ഇലക്ട്രിക് വാഹന ചാർജിംഗ് ഉൾപ്പെടെ പ്ലാന്റിലെ വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. സൊസൈറ്റികളുടെ വീടുകളിലേക്ക് ഇതിൽ നിന്നുള്ള വൈദ്യുതി എടുക്കാൻ പാടില്ലെന്നും പുതിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. 1 കിലോ വാട്ടിന് 18,000 രൂപയാണ് ഇത്തരത്തിലുള്ള സൊസൈറ്റികൾക്ക് വഴിയുള്ള ഈ പ്ലാന്റുകൾക്ക് ലഭിക്കുന്ന സബ്സിഡി. ഒരു വീടിന് 3 കിലോ വാട്ട് എന്ന കണക്കിലായിരിക്കും സബ്സിഡി കണക്ക് കൂട്ടുകയും ചെയ്യുക. സൊസൈറ്റി വഴി സ്ഥാപിക്കപ്പെടുന്നതിനാണ് ഇക്കാര്യം എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കണം. 20 വീടുകളുള്ള സൊസൈറ്റി 100 കിലോ വാട്ട് പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ 10.8 ലക്ഷം രൂപ സബ്സിഡിയായി ലഭിക്കുന്നുണ്ട്. 50 വീടുള്ള സൊസൈറ്റിക്ക് ഇതേ പ്ലാന്റ് സ്ഥാപിക്കാൻ 18 ലക്ഷം രൂപയാണ് ലഭിക്കുക. നിലവിൽ പുരപ്പുറ പ്ലാന്റുള്ള വീടുകൾ അവരുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സബ്സിഡി ആനുകൂല്യവും ഈ മാർഗനിർദ്ദേശ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. മുൻപുള്ള സോളാർ പദ്ധതി അനുസരിച്ച് 1 കിലോ വാട്ട് പ്ലാന്റുള്ള ഒരു കുടുംബം 4 കിലോ വാട്ടാക്കി അത് ഉയർത്തുകയാണെങ്കിൽ നിലവിലുള്ള 1 കിലോ വാട്ടിന് സബ്സിഡി ലഭിച്ചിട്ടുള്ളവരാണെങ്കിൽ അധികമായുള്ള 3 കിലോ വാട്ടിൽ 2 കിലോ വാട്ടിന് മാത്രമേ സബ്സിഡി ലഭിക്കൂ. നേരത്തെ ലഭിച്ച സബ്സിഡി ഒഴിവാക്കും എന്ന് ചുരുക്കം. ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നത്,
2024 ഫെബ്രുവരി 13 മുതലുള്ള അപേക്ഷകളിലാണ് PM സൂര്യഭവനം പദ്ധതി പരിഗണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കാലാവധി കൂടി നിങ്ങളുടെ അറിവിലേക്ക് ഓർമ്മിപ്പിക്കുന്നു. 2027 മാർച്ച് 31 വരെയാണ്. ഏറ്റവും നല്ല പദ്ധതികളിൽ ഒന്നാണ് ഗിവ് ഇറ്റ് അപ്പ് ഓപ്ഷൻ. അത് തീർച്ചയായും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വളരെ വളരെ ഉചിതമായിരിക്കും എന്നുള്ളത് കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നന്ദി.